നോക്കി വന്നറിയ. ഓ മനസ്സിലായി മോളെ, കേറി വാ, അവിടെ ഇരിക്കൂ. ദേവേട്ടൻ പറഞ്ഞിരുന്നു മോളെ കുറിച്ച്. മോള് ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞ് വരാനല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ മോള് ഒരാഴ്ച മുന്നേ ഇങ്ങ് എത്തിയത്? അത് പിന്നെ ഞാൻ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പൊ ജോലിക്ക് നേരത്തെ വരാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വന്നത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാ മോളെ. ജോലി നേരത്തെ തീർന്നാ നേരത്തെ വീട്ടിൽ പോവുകയും ചെയ്യാം, അല്ലേ? അതാ നല്ലത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മോക്ക് ജോലിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാധനങ്ങളൊക്കെ മോള് തന്നെ വാങ്ങണം. കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങൾക്കും മോളുടെ ഒരു കണ്ണ് വേണം. അതാണ് മോളുടെ ജോലി. കല്യാണ ഒരുക്കങ്ങൾക്ക് എന്റെ കണ്ണെന്തിനാ മാഡം? അല്ല, ഞാനിവിടെ കാറ്ററിംഗ് ജോലിക്കാണ് വന്നത്. മോളോട് ദേവേട്ടനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞ പോലെ മോള് എന്റെ ഭർത്താവിനെ കണ്ടില്ലല്ലോ. മോക്ക് ഈ ജോലി വാങ്ങിത്തന്ന ആള് മോളോട് ഓർഗനൈസറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇവിടെ ഓൾറെഡി ഒരു കാറ്ററിംഗ് ഗേൾ ഉണ്ട് മോളെ. മോളോട് എന്റെ മോന്റെ വെഡിങ് ഓർഗനൈസറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? വെഡിങ് ഓർഗനൈസറോ? മാഡം, ഞാൻ കാറ്ററിംഗ് ജോലിയുടെ പേരിലാണ് ഇങ്ങോട്ട് വന്നത്. വെഡിങ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്ത് ഉദ്ദേശിക്കാനാ മോളെ? ഞാൻ പറഞ്ഞു വന്നത്, വെഡിങ് ഓർഗനൈസർ എന്ന് പറഞ്ഞ നമ്മൾ ആരുടെ കല്യാണത്തിനാണോ വെഡിങ് ഓർഗനൈസർ ആയിട്ട് വന്നിരിക്കുന്നത്, ആ ആളുടെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അതിന്റെയാണ് വെഡിങ് ഓർഗനൈസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മോൾ എന്റെ മോന്റെ വെഡിങ് ഓർഗനൈസർ ആയിട്ടാ വന്നേക്കുന്നത്. അതൊന്നും സാരമില്ല, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. അതൊന്ന് നമുക്കങ്ങ് വലിയ കുഴപ്പമാക്കാൻ പറ്റോ? മോൾ ഇനിയിപ്പോ ഈ ജോലി ചെയ്താൽ മതി കേട്ടോ. കാറ്ററിംഗിന് ഇവിടെ വേറെ ആളൊക്കെ ഉണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അത് ദേവേട്ടൻ വരുന്നു. ഞാനിവിടെ ഒരു ബഹളം കേട്ടല്ലോ, എന്തായിരുന്നു? എന്താ ജാനകി? അത് പിന്നെ ഈ കുട്ടി പറയായിരുന്നു, അവള് കാറ്ററിംഗ് ജോലിയായിട്ടാ വന്നേ, വെഡിങ് ഓർഗനൈസർ ആയിട്ടല്ല വന്നെന്നൊക്കെ. സത്യമാണോ ദേവേട്ട ഈ കേൾക്കുന്നതൊക്കെ? അത് സത്യ. കാരണം എന്താണെന്നറിയോ, ഈ കുട്ടിയുടെ അമ്മായിയെ കുറിച്ച് ഞാൻ ആ ഏരിയ മൊത്തം ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. ഈ കുട്ടിയുടെ അമ്മായിയെ കുറിച്ച് എനിക്ക് നല്ല വിവരങ്ങളല്ല ലഭിച്ചത്. സോ ഞാൻ കരുതി ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞെങ്കിലും ഈ കുട്ടിയെ ഇങ്ങോട്ട് ജോലിക്ക് കൊണ്ടുവരാൻ. ഈ കുട്ടിയുടെ അമ്മായി ഈ കുട്ടിയുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഈ കൊച്ചിന് ജോലി കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോക്കെന്താ ഈ ജോലി ചെയ്യാൻ പറ്റില്ലേ മോളെ? അതിനെന്താ, തീർച്ചയായിട്ടും ചെയ്യാലോ. ഞാൻ ഈ ജോലി ചെയ്തോളാം, യാതൊരു വിരോധവും എനിക്കില്ല. പക്ഷെ ഇത് അമ്മായി അറിഞ്ഞ പ്രശ്നമാവുന്ന എന്റെ പേടി. അമ്മായിയെ കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരിനി കുറെ നാളത്തേക്ക് പൈസയിൽ മുങ്ങിക്കിടക്കുന്ന ആളാ. അയ്യോ, അതെന്താ അവര് പൈസയെ മുങ്ങിക്കിടക്കുന്നത്? നിങ്ങൾ അവൾക്ക് വാരിക്കോരി പൈസ അങ്ങനെ കൊടുത്താ? അതൊന്നും അല്ല, കുറച്ച് പൈസ കൊടുത്തു. നമ്മളെ പോലെയുള്ളവർ കുറച്ച് പൈസ കൊടുത്താലും അവർക്കത് വലുതാണല്ലോ. മോക്ക് ഈ ജോലി ചെയ്യുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാർ, എനിക്ക് ഈ ജോലിയോട് ഒരു വിരോധവും ഇല്ല. വെഡിങ് ഓർഗനൈസർ ആയാലും ഇപ്പൊ എന്താ, ഞാൻ ചെയ്തോളാം, ഒരു കുഴപ്പമില്ല. അതാ നല്ലത്. റിയ മോള് പറഞ്ഞത് ശരിയാ. പിന്നെ വേറൊരു കാര്യം, മോൾ ഈ സാറ് മേഡം എന്നുള്ള വിളിയിൽ നിർത്തിയേരെ. നമ്മള് അങ്കിൾ ആന്റി എന്ന് വിളിച്ചാൽ മതി. ഇവിടെ അങ്ങനെ നമ്മളെ ആരും സാറ് മേഡം എന്ന് വിളിക്കാറില്ല. വിളിക്കുന്നുണ്ടെങ്കിൽ സെർവൻസ് മാത്രം. കുട്ടി ഇവിടുത്തെ സെർവൻ്റ് അല്ല, എൻ്റെ മോൻ്റെ വെഡിങ് ഓർഗനൈസറാണ്. അതുകൊണ്ട് മോള് നമ്മളെ സാറ് മേഡം എന്നൊന്നും വിളിക്കണമെന്നില്ല കേട്ടോ. ശരി ശരി അങ്കിൾ. എന്നാ ഓക്കെ. ജാനകി, ഈ കുട്ടിക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ശരി ഏട്ടാ. വാ മോളെ, മോക്കുള്ള മുറി കാണിച്ചു തരാം. ശരി ആന്റി, എന്നാ വാ.
ഇതാണ് മോക്കുള്ള മുറി. മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രയും വലിയ മുറിയൊക്കെ വലുതായാലും ചെറുതായാലും എന്താ, മോക്ക് ഇഷ്ടപ്പെട്ടാ പോരെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതെ പിന്നെ ഇത്രയും നല്ല മുറിയൊന്ന് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഇതെന്റെ മോന്റെ മുറിയാ. ആണോ? എന്താ പറഞ്ഞേ? ആന്റിയുടെ മോന്റെ മുറിയോ? അതായത് കല്യാണം കഴിയാൻ പോണ ആന്റിയുടെ മോൻ? അതെ. അയ്യോ, അപ്പോ ആന്റിയുടെ മോൻ ഞാൻ ഇവിടെ കിടക്കുന്ന കണ്ട എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഇല്ല, കാരണം അവനിപ്പോ ഈ സ്ഥലത്തേ ഇല്ല. അവനെ ഏതാണ്ടൊരു ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ടപ്പോ ലണ്ടനില്ല. അവൻ ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരും മോളെ. അതുവരെ മോൾ ഇവിടെ കിടന്നോ. അപ്പൊ കല്യാണത്തിന് നമുക്ക് വലിയ തിടുക്കമൊന്നുമില്ല. തിരുമേനിയെ കണ്ടപ്പോ കുറച്ച് വൈകിയായാലും കല്യാണം കഴിഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങളും അങ്ങനെ അങ്ങ് വിചാരിച്ചു. എന്നാലും ഞാനിവിടെ കിടന്ന അതിനൊന്നും ഒരു കുഴപ്പമില്ല മോളെ. മോളിവിടെ ആര് നോക്കുന്നു? മോളിവിടെ കിടന്നാൽ മതി. മോള് റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹാളിലോട്ട് വന്നാൽ മതി. ഞാൻ ചായ ഉണ്ടാക്കി തരാം കേട്ടോ. മോളിപ്പോൾ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി. അങ്ങ് ദൂരേന്ന് വന്നേല്ലേ? ആ ശരി. ഇത്രയും വലിയ വീട്ടില്, ഇത്രയും വലിയ മുറിയില് ഇങ്ങനെ കാലു നീട്ടി കിടക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ ദൈവമേ. നീ ഇത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തില്ലേ? താങ്ക് യു ദൈവമേ, താങ്ക് യു. എന്റെ മഹാദേവൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയം ഇപ്പൊ എനിക്കില്ല. ഒന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് പിന്നീട് കയറി കുളിച്ചിട്ടാണ് പോവാം.